ഹായ് ബ്രദർ, വേറൊന്നുമല്ല, നമ്മളിപ്പോൾ നിഫ്റ്റിയിൽ ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് ഇട്ടത്. വേറൊന്നുമല്ല, നിഫ്റ്റി 50യുടെ ഒരു അനാലിസിസ്. നമ്മൾ ഗോൾഡിൽ ചെയ്തേക്കുന്ന അനാലിസിസ്, വീക്ക്ലി അനാലിസിസ് നിങ്ങൾ കയറി കണ്ടോ, അത് പക്കാണ്. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത് അതേ കണക്കുള്ള ഫോള് സംഭവിച്ചിട്ടുണ്ട്, കയറി നോക്കിയോ. ഓക്കെ, സോ ഇത് നിഫ്റ്റി 50 ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്, വേറൊന്നുമല്ല. നിഫ്റ്റി 50യിൽ നെക്സ്റ്റ് വീക്കിലൊക്കെ ഉള്ള ഒരു മൂവ്മെൻറ്റ്. സോ നിഫ്റ്റി 50യിൽ നമ്മൾ നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിൽ നിഫ്റ്റി ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിൽ നിന്ന് ഫോൾ ആയിരിക്കുകയാണ്. പിന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് അവിടെ നിന്ന് പക്ക ഒരു ഫോളാണ് അതിൽ നേരത്തെ സംഭവിച്ചത്. ഈ ഒരു ഏരിയ കണ്ടല്ലോ, അതായത് നിഫ്റ്റി സെപ്റ്റംബറിൽ ഒരു ഇൻവെർട്ടർ ഹാമർ, ആ ഇൻവെർട്ടർ ഹാമർ ബുള്ളിഷ് ഇൻവെർട്ടർ ഹാമർ, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് നെക്സ്റ്റ് മന്ത്, അതായത് ഒക്ടോബറിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ്, നവംബറിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ബുള്ളിഷ് മൂവ്മെൻറ്റ്, നല്ല രീതിയിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് മുകളിലോട്ട് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നവംബർ. ഇനിയൊരു 4 ഡേയും കൂടി ഉള്ളൂ നവംബർ മന്ത് എൻഡ് ആവാനായിട്ട്. സോ അതുകൊണ്ട് ഈ ഒരു റേഞ്ച്, അതായത് ഈ റെസിസ്റ്റൻസ് ചെയ്ത ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഇവിടെ കഴിയും. നെക്സ്റ്റ് മന്തിലെ മൂവ്മെൻറ്റ്, ഇതിൻ്റെ ഒരു മന്ത്ലി അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ നോക്ക്, മന്ത്ലി അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഹയർ ഹൈ എഗെയിൻ ഹയർ ഹൈ. ഇവിടെ വന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ടോപ്പ് ഡൗണിനുള്ള ചാൻസ് ഞാൻ ഫീൽ ചെയ്തിരുന്നു, അതായത് ഒരു എമ്മിനുള്ള ചാൻസ് ഫീൽ ചെയ്തു, ബട്ട് അത് ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ എഗെയിൻ വീണ്ടും ഒരു ഹയർ ഹൈയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ഫീലാണ് നിഫ്റ്റിയിൽ ഉള്ളത്. ഓക്കെ, സോ ഇനി വീക്ക്ലി അനാലിസിസ്, അതായത് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ, സോ ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ടിൽ ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വീക്ക്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ബുള്ളിഷ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഫോളോ ചെയ്തിട്ട് ലാസ്റ്റ് 2 വീക്കിലും ക്ലിയർ ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, സോ ആ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ഇതിൻ്റെ സപ്പോർട്ട് ലെവലാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, 25,686. അത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ആ സപ്പോർട്ട് ലെവലിൽ ഫോളോ വന്നാൽ ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ബൈ ഏരിയയിലാണ്, ക്ലിയർ ബൈ ഏരിയയിലാണ്. സോ ഈ ഒരു ആഴ്ചയിൽ ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ ഒരു റേഞ്ച്, ഈ ഒരു റേഞ്ചിൽ നിൽക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ ഒരു റെസിസ്റ്റൻസിൽ നിന്നാണ് അത് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ആ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ എവിഡൻസുകളൊന്നും, പുതിയ ബൈയിങ് എവിഡൻസുകളൊന്നും വീക്ക്ലി ചാർട്ട് ബേസ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ സെല്ലിങ് എവിഡൻസുകളും ഒന്നും തന്നെ തരാനില്ല. കാര്യം അത് ബുള്ളിഷ് മൂവ്മെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണ്. ബുള്ളിഷ് എവിഡൻസ് ഓൾറെഡി അത് തന്നതാണ്, വേറെ സെൽ എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ബാക്കിയെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻസ് മാത്രമാണ്. കണ്ടോ, ഈ ഒരു ബൈയിങ് എവിഡൻസ്, ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതാണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയും ഒരു സെല്ലിങ് എവിഡൻസ് തന്നിട്ടില്ല. ഈ ഫോളോകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു സെല്ലിങ് എവിഡൻസും ഇല്ല വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ. ഓക്കെ, ടുഡേ ഡെയിലി ക്യാൻഡിലേക്ക് വരുമ്പോഴത്തേക്ക്, ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ബുധനാഴ്ച ക്ലിയർ ബൈയിങ് എവിഡൻസ്, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വ്യാഴാഴ്ച. ബട്ട് ഫ്രൈഡേയിൽ മാർക്കറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് വിത്ത് എ ക്ലിയർ സെല്ലിംഗ് എവിഡൻസോട് കൂടിയാണ്. ഓക്കെ, വിത്ത് എ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്. സോ അതുകൊണ്ട് ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഫോള് മൺഡേയിലുണ്ടായാൽ അത് ഒരു 26,000 ലെവലിലേക്ക് നമുക്കൊരു ഉറപ്പ് വരാൻ പറ്റുന്ന മൂവ്മെൻ്റ് ഉണ്ട്. 26,000 ലെവലിലേക്ക്. ഓക്കെ, സോ അതാണ് വരുന്നത്. ഡേ ക്യാൻഡിൽ വരുമ്പോൾ അതാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ഒരു ബൈ ഏരിയയിലാണ് ഉള്ളത്. ഓക്കെ, സോ മൂവ്മെൻറ്റ് ബുള്ളിഷ് മൂവ്മെൻറ്റ് ആയാലും ഉണ്ട്, സെൽ ഏരിയയിലൊക്കെ അത് മാറിയിട്ടില്ല. ഓക്കെ,
4 ഹവറിലേക്ക് വരുമ്പോഴത്തേക്ക് 4 ഹവറിൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസോട് കൂടിയാണ് മാർക്കറ്റ് ഫ്രൈഡേയിൽ എൻഡ് ആയിരിക്കുന്നത്, വിത്ത് എ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്. സോ റെസ്പെക്റ്റഡ് ഫോൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ വീണ്ടും 26,000 ലെവലിലേക്ക് ഫോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 26,000. സോ 26,000 അല്ല, 25,988 ആ ഒരു ലെവലിലേക്ക് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റിയിൽ 4 ഹവർ ബേസ് ചെയ്തിട്ട് തരാൻ പറ്റുന്ന ഒരു അനാലിസിസ്. ഓക്കെ, ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറിൽ പ്രത്യേകിച്ച് എവിഡൻസുകളൊന്നുമില്ല. 1 ഹവറിൽ സെൽ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ബേസ് ചെയ്ത് സെൽ ഏരിയയിലാണ് അത്. ഓക്കെ, സോ 30 മിനിറ്റ് കൂടി നമുക്ക് നോക്കാം. വേറെ ഒന്നും നോക്കുന്നില്ല, വേറെ ചെറിയ ടൈം ഫ്രെയിമുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ ഒരു വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യുന്നത്. 30 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഡിമാൻഡ് ലെവലിലേക്ക് കയറാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ദിസ് ഡിമാൻഡ് ലെവൽ, ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് നിഫ്റ്റി ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ സെൽ ഏരിയയിലാണ്, പക്ക സെൽ ഏരിയയിലാണ്. സോ മാർക്കറ്റ് ഓപ്പൺ ആവാൻ ഇനി ഒരു അരമണിക്കൂർ മാത്രമാണുള്ളത്. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം പിന്നുണ്ടാകുന്ന മൂവ്മെൻറ്റുകൾ എന്താണെന്ന് നെക്സ്റ്റ് ഡേയിൽ വേണമെങ്കിൽ നമുക്കൊരു പ്രീ ഓപ്പണിങ്സ് വെക്കാം, അപ്പോഴും നോക്കാം. ഇനി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫണ്ടമെൻ്റലുകളാണ് വരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ട്യൂസ്ഡേയിൽ RBI ഓപ്ഷൻ, അതോടൊപ്പം വെനസ്ഡേയിൽ ഉണ്ട്, അത് പിന്നെ ഫ്രൈഡേയിൽ. ഇത്രയും ആണ് നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്ന മേജർ ഫണ്ടമെൻ്റലുകൾ. ഇത് എങ്ങനെയായാലും മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഉറപ്പാണ്. ഈ ഡേറ്റകൾ റിലീസ് ആവുന്നത് മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്തൊന്നും അല്ല എങ്കിൽ പോലും ഇത് റിലീസ് ആവുന്നതിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ മൂവ്മെൻറ്റുകൾ വ്യത്യാസം വരുന്നത് ഉറപ്പാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് നിഫ്റ്റിയിൽ തരാൻ പറ്റുന്ന ഒരു അനാലിസിസ്. സോ അതുകൊണ്ട് ഇത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഷെയർസ് എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനാലിസിസ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. സോ നമ്മൾ ഈ ഒരു സെഷൻ ഒരു 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ലൈവ് എൻഡ് ചെയ്യുകയാണ്. സോ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വരാം. ഓക്കെ, സോ അമൽ ബ്രദർ, നമുക്ക് നമ്മുടെ ലൈവിലേക്ക് പിന്നീട് മടങ്ങി വരാം. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു വീക്കിലി അനാലിസിസ് ഇന്നലെ ചെയ്യണമെന്ന് വെച്ചാണ്, അത് സമയം കിട്ടുന്നതുകൊണ്ടാണ് ഇന്ന് രാവിലെ. മാർക്കറ്റ് പ്രീ ഓപ്പണിംഗ് സമയമാണ് ഇപ്പോൾ വരണത്, 9 മണിക്ക് ശേഷമാണ്. ഓക്കെ.